ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഏപ്രിൽ 7 മുതൽ 13 വരെ നടക്കുന്ന സപ്താഹ യജ്ഞം പത്മശ്രീ ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കഷ്ടതയനുഭവിക്കുന്ന ഭക്തജനങ്ങൾക്ക് മോക്ഷപ്രാപ്തി കൈവരിച്ച് ആത്മീയ ചൈതന്യത്തോടുകൂടി സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് എന്നതാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പത്മശ്രീ ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി സപ്താഹത്തിന് തുടക്കം കുറിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഇത്രയുമൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ച് ഇത്തറ്റമൊക്കെ എത്തിയില്ലേ? എങ്ങനെയിരുന്നു, പിന്നെ എങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ഇതുവരെ എത്തി. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ കൃപ തന്നെയാണല്ലോ, ഭഗവാന്റെ കൃപാകടാക്ഷം തന്നെയാണ്. ആ കൃപാകടാക്ഷം കൊണ്ട് കൂടുതൽ ഈ ക്ഷേത്രത്തിൻ്റെ കെട്ടിനും ഒക്കെ പുരോഗതി വരട്ടെ. പക്ഷേ ഏറ്റവും നമുക്ക് ശക്തമായിട്ടുള്ള പ്രതിഷ്ഠ തന്നെയാണല്ലോ. അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയായിട്ട് വന്നോളും. ഒരു അഭ്യർത്ഥന മാത്രം, പുതിയ ക്ഷേത്രം പണിയുമ്പോൾ പഴയ കേരള തച്ച് ശാസ്ത്ര ശൈലി പ്രകാരം കെട്ടാൻ ശ്രമിക്കണേ. സിമൻറ്റ് കൊണ്ടുള്ള ഗോപുരങ്ങളും സിമൻറ്റ് തൂണുകളും ദുബായ് നിറത്തിലുള്ള ചായമടിച്ച ഓരോ ഇതുമൊക്കെ ആയിട്ട് നമ്മുടെ പഴമ മുഴുവനും മാറി. നമുക്ക് എന്തുകൊണ്ടൊരു പടിപ്പര പോലെ എന്തിനു വേണം ഗോപുരം? അപ്പോൾ അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഴമ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒക്കുമെങ്കിൽ അതുപോലെ ചെയ്യാൻ ശ്രമിക്കണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏപ്രിൽ 7 മുതൽ 13 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിൻ്റെയും തെക്കിനടുത്ത് ബ്രഹ്മശ്രീ വല്ലഭൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഡോക്ടർ വിവേക് അച്യുതൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ വിവിധ പൂജകൾ കൂടാതെ കലാപരിപാടികളും നടക്കും. ഭാഗവത പാരായണം, ഭാഗവത പ്രഭാഷണം, ഗാനസന്ധ്യ, ഭക്തിഗാനമേള തുടങ്ങിയ വിവിധ പരിപാടികളും ഇതോടൊപ്പം നടക്കും. പത്മശ്രീ കരസ്ഥമാക്കിയ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരവും നൽകി. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.